എന്തിനാ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഇനി ആ കുടുംബത്തെ എന്തിനാണ് ബുദ്ധിമുട്ടിപ്പിക്കുന്നത്, അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഇനിയും സമദാനിയെ കുറിച്ച് ഈ വിഷയം നമ്മൾ സംസാരിച്ച് അദ്ദേഹത്തിന് കിട്ടുന്ന മുസ്ലിം പരിഗണന, ആ വോട്ടുകൾ എന്തിനാണ് നമ്മളായിട്ട് ഒരു പ്രശ്നം, അങ്ങനെയൊക്കെ ചിന്തിച്ച് മിണ്ടാതിരിക്കുന്ന അനേകം ആളുകളുണ്ട്. മാധവിക്കുട്ടിയും സമദാനിയും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു? ഇവിടെ കേൾക്കാവോ? കേൾക്കാം. ഇവിടെ നമ്മളെ പേരിലുള്ള AP അഹമ്മദ്, അദ്ദേഹം മുമ്പ് ഞങ്ങളുടെ സുഹൃത്തായിരുന്നു. അദ്ദേഹത്തിന്റെ നാടായ അരിമ്പ്രയിൽ എന്നെ കൊണ്ടുപോയി പ്രസംഗിപ്പിച്ചിരുന്നു. അദ്ദേഹം കുണ്ടോട്ടിയിൽ ഒരു സൗകര്യം എന്നും ഞാൻ ഓർക്കുന്നു, ചീന്ത് എന്ന പേരിലാണ് തോന്നുന്നു, മലപ്പുറം ജില്ലാ MSF അടക്കമുള്ള പല പദവികളും വഹിച്ച ആളാണ്. എന്റെ അമ്മാവൻ റഹീം ലേച്ചേരിയുടെ അടുത്ത സുഹൃത്തായിരുന്നു. അദ്ദേഹത്തെ കുറെ കാലമായി അദ്ദേഹം ഗൾഫിലായതുകൊണ്ട് എന്തോ ഞങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഒന്നും പിന്നീട് നടന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം, ആ പ്രസംഗം സോഷ്യൽ മീഡിയയിൽ കണ്ടു, ഞാനത് ശ്രദ്ധാപൂർവ്വം കേട്ടു. അതിൽ നിന്നാണ് ഈ വിഷയം റൈസ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഇത് സംബന്ധമായി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പ്രതിപാദിച്ച കാര്യങ്ങൾ അത് വളരെ സൂക്ഷ്മമായി ആഴത്തിൽ ഞാൻ പോയി പഠിച്ചു. അങ്ങനെ എനിക്ക് അറിവായ വിവരങ്ങളാണ് എനിക്കൂടെ പറഞ്ഞത്. മാധവിക്കുട്ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, തന്റെ 65ാമത്തെ വയസ്സിലാണ് മാധവിക്കുട്ടി ഇസ്ലാം മതം സ്വീകരിക്കുന്നത്. മാധവിക്കുട്ടി ലോകം അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരിയാണ്. മാധവിക്കുട്ടിയുടെ സുഹൃത്ത് വലയം യൂണിവേഴ്സലാണ്. മാധവിക്കുട്ടിയുടെ ക്യാരക്ടർ എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, മാധവിക്കുട്ടിയുടെ മകനായ പ്രശസ്ത പത്രപ്രവർത്തകൻ കൂടിയായ ശ്രീ MD നായപ്പാട് വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത്, എന്റെ അമ്മ ശക്തിയായ ഒരു സ്ത്രീയാണ്. ആർക്കും നിയന്ത്രിക്കാനോ ആർക്കും സ്വാധീനിക്കാനോ ആർക്കും പറ്റിക്കാനോ കഴിയാത്ത വിധം അത്രയും ശക്തിയായ ഒരു സ്ത്രീയാണ് എന്റെ അമ്മ. എന്റെ അമ്മയെ ആരെങ്കിലും സമ്മർദ്ദം കിട്ടി മതം മാറ്റിയെന്ന് മക്കളായി ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. മാത്രമല്ല, എന്റെ അമ്മ കൽക്കത്തയിൽ ജീവിക്കുന്ന കാലത്ത് കണ്ണു കാണാത്ത 2 മുസ്ലിം കുട്ടികളെ ദത്തെടുത്താണ്. ഈ കണ്ണു കാണാത്ത ഈ 2 മുസ്ലിം കുട്ടികൾക്ക് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാൻ ഒരു അധ്യാപകനെ ചുമതലപ്പെടുത്തിയാണ്. ഈ കുട്ടികൾക്ക് അധ്യാപകൻ ക്ലാസ് എടുത്ത് കൊടുക്കുമ്പോൾ ഈ ഖുർആൻ എന്താണെന്ന് വളരെ നേരത്തെ എന്റെ അമ്മ മനസ്സിലാക്കി. പലപ്പോഴും ഞങ്ങൾ തമ്മിലുള്ള സംസാരത്തിൽ, പ്രത്യേകിച്ച് MD നായപ്പാട് ഇങ്ങനെ തന്നെയാണ് പറയുന്നത്, ഞാനും അമ്മയും തമ്മിൽ ഒന്നും മറച്ചു വെക്കാറില്ല. ജീവിതത്തിൽ ഒരു കള്ളം പോലും എന്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടില്ല, ഞാൻ തിരിച്ചു പറഞ്ഞില്ല. എന്ത് കാര്യവും, അത് മനുഷ്യരെ മാത്രമല്ല, മൃഗങ്ങളെ മാത്രമല്ല, പക്ഷിലതാദികളെ മാത്രമല്ല, ചെറിയ ഉറവകളെ കുറിച്ചും പുഴകളെ കുറിച്ചും എല്ലാ പൂമ്പാറ്റകളെ കുറിച്ചും വരെ അമ്മ എന്നോട് സംസാരിക്കുമായി. അപ്പൊ അമ്മയിൽ ഈ ഇസ്ലാമിലേക്കുള്ള ഒരു താല്പര്യം അമ്മയിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് വളരെ നേരത്തെ മനസ്സിലാക്കിയ ഒരാളാണ്. മാത്രമല്ല, ഒരു ദിവസം എന്റെ അമ്മ വിളിച്ചിട്ട് പറയും, മോനെ, എനിക്ക് എന്റെ മനസ്സിലേക്ക് ഒരു വെളിച്ചം വീശിയിട്ടുണ്ട്. ആ വെളിച്ചം ഞാൻ ഇസ്ലാമിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. അപ്പോഴത്തേക്ക് ഞാൻ അനിൽ നബി ആ വീഡിയോ അയച്ചു തന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നേക്കാം. അപ്പൊ ചോദിച്ചു അമ്മയോട്, എന്താ ഇതിന് കാരണം? എന്തെങ്കിലും നിനക്ക് ഏത് പ്രേരണയിലാണ്? ഒരു പ്രേരണമില്ല, എന്റെ മനസ്സിന്റെ തീരുമാനമാണ്, അനൈച്ഛികമായ എന്റെ മനസ്സ് അതാവാൻ എന്നെ ശക്തിയായി പ്രേരിപ്പിക്കുന്നു. എനിക്ക് വലിയൊരു വെളിച്ചം എന്റെ മനസ്സിലേക്ക് വീശിയാണ്. ഇത് ആദ്യമായി ഞാൻ നിന്നോടാണ് ഞാൻ ഷെയർ ചെയ്യും എന്ന് പറഞ്ഞു. ഉടനെ തന്നെ എന്റെ ഭാര്യ ലക്ഷ്മിയുണ്ട് എന്നെ തൊട്ടടുത്ത്. ഭാര്യ ലക്ഷ്മിയോട് ചോദിച്ചു, അതായത് മോനെ, ഞാനിങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് വല്ല പ്രയാസം ഒരു പ്രയാസമില്ല. അമ്മയുടെ ഞാൻ അന്നേരം പ്രയാസം ഉണ്ടെന്ന് പറഞ്ഞാലും അമ്മ അനുസരിക്കില്ല, എനിക്ക് ഉറപ്പാണ്. എന്റെ ഭാര്യ ലക്ഷ്മിയുണ്ട്. ലക്ഷ്മി പറഞ്ഞു അത് അമ്മയുടെ ഇഷ്ടം, കാരണം 65 വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീയാണ്. അപ്പം പിന്നെ അതോടൊപ്പം AP അഹമ്മദിന്റെ നമ്മുടെ പാനലിസ്റ്റായ EG മോഹൻദാസുമായുള്ള ABC ചാനലിലെ ചർച്ച, ഒരു ചർച്ചയല്ല, 2 ചർച്ച ഞങ്ങൾ. ഇപ്പോൾ അത് ഏകദേശം മറുനാടൻ ഷാജനും നിങ്ങളും ഒക്കെ ചർച്ച ചെയ്യേണ്ട, അതിന്റെ പ്രതലം എന്താണെന്ന് നമുക്ക് വേറെ പറയാം. അതിലെ AP അഹമ്മദ് ഉന്നയിച്ച കാര്യങ്ങളിൽ ഇന്ന് ഞാൻ അതിന്റെ പിന്നിൽ അന്വേഷിച്ചു. പ്രധാനമായി 2-3 വ്യക്തികളുടെ പേര് പറഞ്ഞു. അതിൽ ഒരു വ്യക്തിയുടെ പേര് ഇപ്പൊ ഈ ചർച്ചയില്ല, ശ്രീകുമാരൻ എന്ന പേര് ഇപ്പോഴാണ് അഹമ്മദ് പറയുന്നത്. നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ അതിന്റെ പ്രകടനം ഞാൻ പോകും. അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, കാരശ്ശേരി മാഷോട് അറിയാം. മാഷോട് പറഞ്ഞു. ഞാൻ മാഷ് വിളിച്ചു. പിന്നെ ഞാൻ മാഷ് വിളിച്ചപ്പം ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ഇന്ന് ഞാൻ വിളിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു പരിപാടി പങ്കെടുത്ത് പറഞ്ഞു, എസൻസ് ക്ലബ്ബ് ഇറ്റുമാരിയോട് പരിപാടി വിളിച്ചു. അവിടെ കാരശ്ശേരി മാഷ് ഇന്ന് പ്രസംഗിക്കുമ്പോൾ അദ്ദേഹത്തിന് നേരെ കുറച്ച് ചോദ്യങ്ങൾ എഴുത്തായിട്ട് ചോദ്യങ്ങളും. അതിലൊരു പ്രധാനപ്പെട്ട ചോദ്യം ഇതായിരുന്നു, അതായത് മാധവിക്കുട്ടിയുടെ മതം മാറ്റം, അതേപോലെ തന്നെ മാധവിക്കുട്ടി തന്റെ പൂർവ്വമതത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹിച്ചു തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാമെന്ന് AP അഹമ്മദ് ഒരു ചാനലിൽ പറയുന്നത് കേട്ടു. ഇതിന്റെ സത്യാവസ്ഥ ഇന്ന് അവിടെ വെച്ച് കാരശ്ശേരി മാഷയ്ക്ക് മറുപടി പറഞ്ഞത്, ഞാൻ കമലാസുരയോട് ചോദിച്ചു, നിങ്ങൾ മതം മാറിയത് പരപ്രേരണയിലാണോ? അല്ല, ഞാൻ എന്റെ തീരുമാനമാണ്. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു, നിങ്ങൾ കാമുകന് വേണ്ടിയാണോ, കാമുകൻ പറഞ്ഞിട്ടാണോ മതം മാറിയത്? അല്ല, എന്റെ ഇഷ്ടപ്രകാരമാണ്. വളരെ പ്രധാനമായ മറുപടികൾ രണ്ടും. ഒന്ന്, ആരുടെയെങ്കിലും പ്രേരണ ഉണ്ടോ? ഇല്ല, എന്റെ സ്വയം തീരുമാനം. ഈ കാമുകൻ എന്ന് പറഞ്ഞത് ആരും നമുക്കറിയില്ല. ഈ കാമുകൻ നിർബന്ധമോ അല്ലെങ്കിൽ കാമുകൻ പറഞ്ഞിട്ടാണോ? അല്ല. ഇത് കഴിഞ്ഞ് ഞാൻ കാരശ്ശേരി മാഷ് വിളിച്ചു. നേരെ വിളിച്ച് ഈ ചർച്ചകൾ 1/2 മണിക്കൂർ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, വളരെ പ്രധാനപ്പെട്ട ഇതിന്റെ പേര് പലയിടത്തും ഇങ്ങനെ ഉപയോഗിക്കുന്നു. എന്നോട് ഇത് മാധവിക്കുട്ടി പറഞ്ഞില്ല എന്ന് ഇവർക്ക് എങ്ങനെ മനസ്സിലായി? ഈ AP അഹമ്മദ് എങ്ങനെ മനസ്സിലായി? ഞാനിത് ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല. മാത്രമല്ല, ഇങ്ങനെ ഒരു ആരോപണം എന്റെ പേരിൽ ഉന്നയിച്ചത് വളരെ മോശമായി പോയി. പിന്നെ എനിക്ക് ഇതിനൊക്കെ വന്ന് മറുപടി വരെ എനിക്ക് സമയമില്ല. അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് അങ്ങനെ. ഇനി രണ്ടാമതൊരാൾ ആരാണ്? AP അഹമ്മദ് മാഷെ പ്രസംഗത്തിൽ പറയുന്നു, പൂനെയിലേക്ക് ലീലാമേനോടൊപ്പം ബാലകൃഷ്ണൻ ചുള്ളിക്കാടിന്റെ ഭാര്യ ജ്യോതിലക്ഷ്മിയെ അങ്ങോട്ടേക്ക് വിളിപ്പിച്ചു.
ലീലാമേനോൻ മരിച്ചുപോയി. അതുകൊണ്ട് ഫാക്ട് ചെക്ക് ചെയ്യാൻ ഞാൻ അവിടെ വിളിച്ചിട്ട് കാര്യം. ബാലചന്ദ്രൻ ചുള്ളിക്കാട് വിജയലക്ഷ്മി അദ്ദേഹത്തിന്റെ ഭാര്യ. അതെ, വിജയലക്ഷ്മി, സോറി. അങ്ങനെ ഞാൻ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ ഭാര്യ വിജയലക്ഷ്മി വിളിച്ചു. ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഞാൻ സംസാരിച്ചു. അവർ പറഞ്ഞു 2 തവണയാണ് ഞാൻ കമലാ സുരേന്ദ്രൻ പോയത് തന്നെ ബാലകൃഷ്ണൻ ചുള്ളിക്കാട് എന്ന എന്റെ ഭർത്താവിനോടൊപ്പം. ബാലചന്ദ്രൻ ചുള്ളിക്കാട് എന്ന എന്റെ ഭർത്താവിനോടൊപ്പമാണ്. അപ്പോൾ ഞാൻ വലിയ ആരാധനയിൽ കാണുന്ന ഒരു ലോകോത്തര സാഹിത്യകാര്യം. ആ നിരക്ക് അവരുമായുള്ള വലിയ എന്താ പറയാ, അവരെ ഒന്ന് കാണുക, അവർ പറയുന്നത് കേൾക്കുക എന്നത് എനിക്ക് വലിയ കാര്യമാണ്. ഒരിക്കലും മതമാറ്റത്തെ കുറിച്ചോ മതം മാറിയതിനെ കുറിച്ചോ മറ്റാരെങ്കിലും സംബന്ധിച്ച് അങ്ങനത്തെ ഒരു കാര്യവും ഞങ്ങൾ സംസാരിച്ചിട്ടേയില്ല. തീർത്തു പറഞ്ഞു എന്നോട്. മാത്രമല്ല, ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഹിന്ദുമതം ഉപേക്ഷിച്ച് ബുദ്ധമതം സ്വീകരിച്ചാണ്. പക്ഷേ അവരുടെ ഭാര്യ ശക്തയായ ഒരു ഹിന്ദു മതവിശ്വാസിയാണ്. അവരുടെ മകൻ അവരെക്കാളും ശക്തമായ ഹിന്ദു മതവിശ്വാസിയാണ്. ക്ഷേത്രങ്ങളും അതും ഒക്കെ ആയിട്ട് കഴിയുന്നതാണ്. അപ്പോൾ തന്റെ ഭർത്താവ് ബുദ്ധമതത്തിലേക്ക് ഹിന്ദുമതം വിട്ട് പോയിട്ടും അതേക്കുറിച്ച് പോലും ഒരു അക്ഷരം നിങ്ങൾ എന്തിനാ ബുദ്ധമതത്തിലേക്ക് പോയത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വന്നോ എന്ന് എന്റെ ഭർത്താവിനോട് പോയി ഞാൻ ചോദിച്ചിട്ടില്ല. അപ്പം ഈ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ ഭാര്യയെ ഈ എ പി അഹമ്മദ് ഇവിടെ പരാമർശിച്ചത് എന്ത് തെളിവുകളുടെ സാധ്യത. മൂന്നാമത്തത് സന്തോഷ് ജോർജ് കുളങ്ങര, ലോകസഞ്ചാരി. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹത്തെ വിളിച്ച് ഞാൻ ചോദിച്ചു, നിങ്ങൾ രണ്ടുപേരുണ്ട്, നിങ്ങളോട് കമലാ സുരയ്യ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു ശരിയാണ് വെച്ചു. അദ്ദേഹം പറഞ്ഞു, ഒന്ന് എന്റെ സ്റ്റാഫാണ്, മറ്റൊന്നൊരു ജേർണലിസ്റ്റാണ്. കമലാ സുരയ്യയും ഞങ്ങൾ ഒരു പരിപാടി ക്ഷണിക്കാൻ വേണ്ടി പോയതാണ്. ആ സമയത്ത് ഞങ്ങൾ കുറെ വിശേഷങ്ങൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. അത് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. എന്റെ ജേർണലിസ്റ്റ്, എന്റെ കൂടെയുള്ള രണ്ടുപേരും എവിടെയും പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. ഏതായാലും ലോകത്തോട് പറയാൻ നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ കമലാ സുരയ്യ സംസാരിച്ചത് എന്താണെന്ന് ഞാൻ ലോകത്തോട് ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല. പറയേണ്ടതായ ഒന്നും ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞു. ഇനിയിപ്പോ ശ്രീകുമാരന്റെ പിന്നെ ഞാൻ ഇപ്പോഴാണ് എ പി അഹമ്മദ് പറയുമ്പോൾ അറിയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വിഷയം അഹമ്മദ് മാസ്റ്റർ നേരത്തെ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. എല്ലാം ഒന്നും എനിക്ക് കാണാൻ കഴിയില്ല. പിന്നെ എ പി അഹമ്മദിന്റെ ഒരു പഴയ സുഹൃത്തായതുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഒരു സാധനം കണ്ടാൽ അതൊക്കെ കേൾക്കാനും ഒക്കെ ഒരു താല്പര്യം നമുക്ക് കാണും. ആ ഒരു താല്പര്യം കൊണ്ടാണ് നേരത്തെ ഞാൻ കേട്ടത്. അതായത് അനിൽ നമ്പ്യാർ ഒന്ന് മനസ്സിലാക്കണം. ഞാൻ ഇവിടെ അബ്ദുൾ സമദ് സമദാനി എന്റെ പാർട്ടിയുടെ ദേശീയ നേതാവാണ്. അദ്ദേഹത്തെ ന്യായീകരിക്കാനോ വെള്ളപൂശാനോ ഒന്നല്ല ഞാനോട് വന്നത്. ഞാൻ ഈ വിഷയ സംബന്ധമായി ഞാൻ ഈ വിഷയം പഠിച്ച സമയത്ത് എനിക്ക് മനസ്സിലായ വസ്തുത എന്താണ്, അബ്ദുൾ സമദ് സമദാനി മുസ്ലിം ലീഗിന്റെ നേതാവാണ്. അദ്ദേഹത്തെ ന്യായീകരിക്കാനും അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കാനും ആയിരക്കണക്കിന് പേരെ അല്ലെങ്കിൽ ആയിരക്കണക്കിന് ഷാഫിമാരെ പറഞ്ഞേക്കാൻ മുസ്ലിം ലീഗിന് സാധിക്കും. എന്നാൽ മരിച്ചുപോയ വിശ്വോത്തര സാഹിത്യകാരിയായ ഈ കമലാ സുരയ്യ എന്ന ഈ സ്ത്രീയെ കുറിച്ച് പറഞ്ഞ അപവാദങ്ങൾ, അവരുടെ മക്കൾ ജയസൂര്യ, അതേപോലെ MD നാലപ്പാട്, അവരെ കുറിച്ചൊക്കെ എ പി അഹമ്മദ് പറഞ്ഞ കാര്യങ്ങൾ ആരും മറുപടി പറയും. അവർക്ക് വേണ്ടി ഒരു രാഷ്ട്രീയ പാർട്ടിയുണ്ടോ? അവർക്ക് വേണ്ടി ഏത് സംഘടനയാണ് വരിക? ഞാൻ അവരെ പ്രതികരിച്ചിട്ട് വരുന്നു. ആ നിലയിലാണ് ഞാൻ സംസാരിച്ചത്. ആ സ്ത്രീയോട് ചെയ്യാൻ പാടുള്ളൂ. ആ സ്ത്രീ മരിക്കുമ്പോഴേ നിങ്ങൾ ആലോചിച്ച് 1999 65 വയസ്സിലാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. 2006 മാതൃഭൂമി പത്രം ആദ്യം ഇവർ എ പി അഹമ്മദ് പറഞ്ഞത് എന്താ, ഇസ്ലാം മതം സ്വീകരിക്കാം, കല്യാണം കഴിപ്പിക്കുന്നവർക്ക് ചതിച്ചു. ശരി, ചതിച്ചതിന് ശേഷം അവിടെ നിൽക്കുകയുള്ളൂ. 2006 മാധവിക്കുട്ടി ജീവിച്ചിരിക്കുമ്പോൾ, കമലാ സുരയ്യ ജീവിച്ചിരിക്കുമ്പോൾ മാധവി പത്രം ചോദിക്കുന്നു. എന്താ ചോദിക്കുന്നത്? നിങ്ങൾ ആ കാമുകൻ സമദാനി അല്ലേ ചോദിച്ചു. സമദാനി എനിക്ക് മകനാണ്, എന്നെ കഴിച്ചിട്ടുണ്ട്, എനിക്ക് മകനാണ്. എന്റെ ഇമേജിലെ കാമുകൻ കൃഷ്ണന്റെ നിറമുള്ളതാണ്. എന്താ കൃഷ്ണന്റെ നിറം? അത് സമദാനിയുടെ നിറണം. ഇത് 2006 നിങ്ങളൊന്ന് ആരോപിക്കുന്ന കമലാ സുരയ്യ പരസ്യമായി ഡോക്ടർ പറഞ്ഞതാ. ആ 2006 ഇത് പറയുമ്പോൾ എത്ര പേരുണ്ട്? അതിനേശം അവരുടെ മക്കൾ പറയുന്നു. അത് മുഴുവൻ ഞങ്ങൾക്ക് അയച്ചിട്ടുണ്ട്. ജയസൂര്യ അവസാനം ജയസൂര്യയുടെ പൂനെയിലെ വസതിയിലാണ് താമസം. ലീലാമേനോൻ അവിടെ ബന്ധ കഥ പറയുന്നുണ്ട്. ലീലാമേനോൻ ഒരുപക്ഷെ നല്ല പത്രപ്രവർത്തകയാകാം, പക്ഷെ ഒരു എഴുത്തുകാരിയെ മനസ്സിലാക്കിയെടുക്കാൻ ലീലാമേനോന് കഴിഞ്ഞില്ല എന്നാണ് പറഞ്ഞത്. MD നാലപ്പാട് എന്താ പറഞ്ഞത്? ലീലാമേനോന്റെ രാഷ്ട്രീയ ചിന്തകളാണ് എന്റെ അമ്മയെ കുറിച്ച് അങ്ങനെയൊക്കെ പറയാൻ ഇടയാക്കിയത്. ഞാൻ 96 മുതൽ ഇസ്ലാമിലെ വഹാബിസവുമായി ബന്ധപ്പെട്ട വലിയ ലേഖന പരമ്പര എഴുതിയപ്പോൾ എനിക്ക് ധാരാളം ഭീഷണി വന്നു. പക്ഷെ ഭീഷണി വന്നിട്ടും അവർക്കെതിരെ ഒരു സാമ്രാജ്യത്തോട് വരെ യുദ്ധം ചെയ്തതാണ്. അങ്ങനത്തെ ഞങ്ങൾ മക്കളെ ഞങ്ങൾ വീഴുവോ? അതായത് ഈ അവസാനം പൂർവ്വമതത്തിലേക്ക് വരാൻ ആഗ്രഹിച്ചെങ്കിലും മക്കൾ സമ്മതിച്ചില്ല. കാരണമായി അവർ പറയുന്നത് ഹിന്ദു മതത്തിന് ഹിന്ദു മതത്തിലേക്ക് തിരിച്ചു പോയി ഇസ്ലാം വിട്ടാലുള്ള അവസ്ഥ ആ മക്കൾ പറയുന്നു. ഇസ്ലാം വിട്ട് എത്ര ആൾക്കാർ ഇവിടെ ജീവിച്ചിട്ടുണ്ട്, ഇവിടെ അവസ്ഥ നടക്കണം. ഇപ്പൊ തന്നെ അഹമ്മദിനോട് ചോദിച്ച ചോദ്യം എന്താ, നിങ്ങൾക്ക് വല്ല ഭീഷണി ഉണ്ടായോ അല്ലേ? ഈ DG മന്ത്രം ചോദിച്ചല്ലോ, എന്താണ് സത്യസന്ധമായി എ പി അഹമ്മദ് മറുപടി പറയില്ല. ഈ ഒരു ഭീഷണി ഇല്ല. മലപ്പുറം ജില്ലയിലാണ് ജീവിക്കുന്നത്. ഈ ഒരു ആരോട് പറഞ്ഞിട്ടും ഒരു ഭീഷണിപ്പെടുത്താൻ പോലും ഒരാൾ വിളിച്ചില്ല എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മനുഷ്യന്റെ സ്വാതന്ത്ര്യമാണ് എ പി അഹമ്മദിന്റെ സ്വാതന്ത്ര്യമാണ്. ആ എ പി അഹമ്മദിനെ ഒന്ന് ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്താൻ പോലും ഒരു കുട്ടി ഉണ്ടായില്ല. അല്ലാതെ നിയമത്തെ ഭയപ്പെട്ടിട്ടൊന്നും അല്ല അല്ലേ? അതോ അവസരം ഇല്ലാത്തത് കൊണ്ടും അല്ല അല്ലേ? അവസാന നാളുകളിൽ ഹിന്ദു മതത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു മാധവിക്കുട്ടി അല്ലെ എന്ന് എ പി അഹമ്മദ് പറയുന്നു. എ പി അഹമ്മദ് മാത്രമല്ല, നേരത്തെ ലീലാമേനോൻ പറഞ്ഞിരുന്നു. അതിന് വിഘാതമായി നിന്നത് മക്കളായിരുന്നു. ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങളിപ്പോ കാരശ്ശേരി മാഷിന്റെ കാര്യം പറഞ്ഞു, വിജയലക്ഷ്മിയുടെ കാര്യം പറഞ്ഞു, MD നാലപ്പാടിന്റെ കാര്യം പറഞ്ഞു, പിന്നെ മാതൃഭൂമിയിൽ കൊടുത്ത ഒരു അഭിമുഖത്തിന്റെ കാര്യം പറഞ്ഞു. സമദാനി എനിക്ക് മകനെ പോലെയായിരുന്നു. എ പി അഹമ്മദ് പറഞ്ഞതാണ്, ഇവർക്കൊക്കെ മാതൃഭൂമിയുമായിട്ടുള്ള ആ വിധേയത്വം, പ്രത്യേകിച്ച് നമ്മുടെ സാംസ്കാരിക നായകന്മാർക്ക് മാതൃഭൂമിയോടുള്ള ആ വിധേയത്വം, അതിനപ്പുറത്തേക്ക് അവർക്ക് പോകാൻ പറ്റില്ല. അവർക്ക് സത്യം തുറന്നു പറയാൻ പറ്റില്ല. ഇപ്പൊ അഹമ്മദ് മാഷ പറഞ്ഞതിനെ താങ്കൾ അവിശ്വസിക്കുന്നു, പക്ഷേ കാരശ്ശേരി പറഞ്ഞതിനെ, വിജയലക്ഷ്മി പറഞ്ഞതിനെ ഒക്കെ ഇപ്പൊ നിങ്ങൾ സംസാരിച്ചു പറഞ്ഞു. എന്താ സംസാരിച്ചു? അവരെന്താ മറുപടി പറഞ്ഞത്? മുസ്ലിം ലീഗിന്റെ നേതാവായ ഷാഫി വന്നിട്ട് സമദാനി അങ്ങനെ ചെയ്തു എന്ന് പറയുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നില്ല. കാരണം സമദാനിയെ ഇദ്ദേഹത്തിന് വെള്ളപൂശിയേ പറ്റൂ. അതിന് വേണ്ടി വന്നിരിക്കുന്ന വ്യക്തിയല്ലേ. അന്നും ഇന്നും എന്നും എ പി അഹമ്മദ് പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അതാണ് ശരിയെന്ന് എനിക്കറിയില്ല, പക്ഷേ നിങ്ങൾ അവരെ വിശ്വാസത്തിലെടുക്കുകയും ചെയ്യും. ഇപ്പോ അഹമ്മദ് മാഷ് പറഞ്ഞത്
അതായത് ഈ മാധവിക്കുട്ടിയുടെ കൂടെ താമസിച്ചിരുന്ന ആ വീട്ടിലുണ്ടായിരുന്ന ചില വീട്ടുജോലിക്കാരികളടക്കം സമദാനി അവിടെ പോകുന്ന കാര്യം അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. അപ്പോ എന്തായാലും പ്രത്യേകിച്ച് അബ്ദുൾ സമദ് സമദാനിയെ പോലുള്ള ഒരു ലീഗിന്റെ ഏറ്റവും സമ്പന്നരായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് 2017 തോന്നുന്നു. അത് കൃത്യമായിട്ട് അദ്ദേഹം പഠിച്ച് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ വെറുതെ അങ്ങനെ പറഞ്ഞു പോകും. അഹമ്മദ് മാഷിനെ പോലെ ഒരാൾ അങ്ങനെ ഉപരിപ്ലവമായി എന്തെങ്കിലുമൊക്കെ സംസാരിച്ചു പോകും ഞാൻ കരുതുന്നില്ല. എവിടെയെങ്കിലും കിട്ടിയ വാർത്തയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു പൊതുവേദിയിൽ ഞാൻ കരുതുന്നില്ല. കാരണം അദ്ദേഹം ഒരു അധ്യാപകനാണ്, അദ്ദേഹം ചിന്തകനാണ്, എഴുത്തുകാരനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പേരെടുക്കാൻ വേണ്ടി പരന്ന വായനയുള്ള വ്യക്തിയാണ്, പ്രഭാഷകനാണ്. അദ്ദേഹം ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തുമെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ പറയാം അനിൽ നമ്പ്യാർ, നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഞാൻ പറഞ്ഞല്ലോ 65-ാമത്തെ വയസ്സിൽ ഇസ്ലാം സ്വീകരിക്കുന്ന സമയത്ത് അവരുടെ ആരോഗ്യം തന്നെ പറയും. 2 നേരം ഇൻസുലിൻ അടിക്കുന്ന സ്ത്രീയാണ്, ഫുള്ളി ഡയബറ്റിക്കാണ്. വീട്ടിലെ സിറ്റിംഗ് റൂമിൽ നിന്ന് ബെഡ്റൂമിലേക്ക് പോകാൻ ഒരു സഹായി വേണം. വീൽ ചെയറിലാണ് ഉടനീളം സഞ്ചരിക്കുന്നത്. കൂടെ ഈ മതം മാറിയതിനു ശേഷം 100 ഭീഷണി കത്തുകൾ കൊന്നുകളയും എന്ന് പറഞ്ഞിട്ട് RSS വൃത്തങ്ങളിൽ നിന്ന് ഹിന്ദു സംഘടനകൾ ഇങ്ങനെ നിരന്തരമായ ഭീഷണി വന്നു. ഇതിന് പുറമെ ഹിന്ദു സംഘടനകൾ കേസ് കൊടുത്തു അവർക്കെതിരെ. ആ കേസ് കൊടുത്തപ്പോൾ അഡ്വക്കേറ്റ് ഇബ്രാഹിം PK ഇബ്രാഹിം എന്ന ആളെയാണ് വക്കാലത്ത് ഏൽപ്പിച്ചത്. 10 കേസ് നടത്തുകയാണ്. പോലീസ് നിയമിച്ച ഒരു ഗൺമെൻ എപ്പോഴും അവിടെ ഉണ്ടാവും. മിനി എന്ന പേരുള്ള ഒരു ഹോം നേഴ്സ് കൂടെ ഉണ്ട്. പിന്നെ ഈ എന്താ പറയുക, വീൽ ചെയർ ഉരുട്ടാൻ ഒരു സഹായി. ഇങ്ങനെ സഞ്ചരിക്കുന്ന 65-കാരിയായ ഈ അവസ്ഥയിലുള്ള സ്ത്രീയെ ഒരു മലന്റെ മുകളിലെ പടികളിൽ സ്റ്റെപ്പിൽ കൊണ്ടുപോയി ഒരു AP അഹമ്മദ് മാഷ ഭാഷയിൽ അതൊന്നും പയ ചെയ്താൽ അറിയാം. ഈ പടികളുടെ ഈ പുഴയിൽ നിന്നും ഒരു വീട്ടിലേക്കുള്ള ഈ പടികളിൽ വെച്ചിട്ട് ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്ന പറയുന്നത് കേൾക്കണേ കഥ. ആരാണ് ഇത് മൂക്ക് താഴെയുള്ള ഒരു സാധിക്കും? അതൊക്കെ എത്രമാത്രം ഇത് അവരുടെ അമർചിത്രകഥ എഴുതിയത് പോലെ തോന്നുന്നത്. അവിടെ തെളിവുകളാണ് ആവശ്യം. അവർ 2000-ലാണ് അനിൽ നമ്പ്യാർ മരിക്കുന്നത്. ഇവിടെ ഈ സംഭവം, ഈ മതം മാറാൻ പ്രേരിപ്പിച്ച സംഭവങ്ങളൊക്കെ 99 നടന്നുപോയി. 99 കഴിഞ്ഞിട്ട് 9 വർഷം അവർ ജീവനോടെ ഉണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. ആ ജീവനോടെ ഉണ്ടായി. ഈ കുറെ കൂടി പറയട്ടെ, ഞാൻ പ്രിയപ്പെട്ട അഹമ്മദ് ഈ അടുത്ത വാദത്തിൽ എന്തെങ്കിലും ഉയർത്തി അത് കൂട്ടി പറയാൻ നിൽക്കുന്നില്ല. ഇതിന് പ്രാഥമികമായി പറഞ്ഞു, ഞാൻ AP അഹമ്മദിന് വ്യക്തിപരമായി അദ്ദേഹത്തിന് ബോധ്യമായ കാര്യം, അദ്ദേഹത്തിന് ഈ വിഷയം എടുത്ത് കൈകാര്യം ചെയ്യാം. ആ വിഷയം എടുത്ത് കൈകാര്യം ചെയ്തതോടുകൂടി എന്ത് സംഭവിച്ചു? AP അഹമ്മദിന് കേരളത്തിൽ നല്ലൊരു സ്പേസ് കിട്ടി, ശ്രദ്ധിക്കപ്പെട്ടു. പല സാംസ്കാരിക ചടങ്ങുകൾക്കും പല തീവ്ര ഹിന്ദു സംഘടനകൾ വിളിക്കാൻ തുടങ്ങി. അതാണ് ബെനിഫിറ്റ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനു മുമ്പ് AP അഹമ്മദ് ഒരു വേദികളിലും വന്നിട്ടില്ലേ? 2016 AP അഹമ്മദിനെ ആദ്യമായി ഞാൻ പരിചയപ്പെടുന്നത്. അന്ന് അദ്ദേഹം ചേകനൂർ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് കണ്ടംകുളം ജൂബിലി ഹാളിലാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ നളന്ദ, ഇവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. അന്നും അദ്ദേഹം പോപ്പുലാരിറ്റി ഉള്ള ആളാണ്, പ്രഭാഷകനാണ്, വാഗ്മിയാണ്, എഴുത്തുകാരനാണ്, പരന്ന വായനയുള്ള ആളാണ്. ഇത് പറയാൻ അദ്ദേഹം ഒരു വേദിയല്ലേ പ്രയോജനപ്പെടുത്തിയത്. അപ്പൊ ഇത് പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് ഒരു സ്പേസ് കിട്ടി എന്നത് വെറും താൽക്കാലികമായി പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വാദം മാത്രമാണ്. അത് പബ്ലിസിറ്റിക്ക് വേണ്ടി AP അഹമ്മദിന്റെ ഭാഗത്തുനിന്ന് വിധുവായത്വം ഉണ്ടായി. അതാണ് അങ്ങനെ നല്ല ഭാഷയിലാണ് നമ്മൾ ഞാൻ പറയാത്ത ചേരുവകൾ ചേർത്ത് എല്ലാവരിലും ഞാൻ എന്താ പറഞ്ഞത്, ഞാൻ AP അഹമ്മദ് എനിക്ക് പറയാവുന്ന കുറച്ച് കൂട്ടുകാരുള്ള ഒരു മനുഷ്യരായിരുന്നു. കേരളത്തിൽ അദ്ദേഹത്തെ ഈ വിഷയം റൈസ് ചെയ്തോട് കൂടിയാണ്. കനേഡിയൻ എഴുത്തുകാരിയെ നമുക്ക് അവിശ്വസിക്കാം. കനേഡിയൻ എഴുത്തുമാരി മാത്രമല്ല, കനേഡിയൻ എഴുത്തുകാരി പറഞ്ഞാലും, അതല്ല മെർലി വെസ്ബോർഡ് അവരാണല്ലോ, പിന്നെ ലീല മേനോൻ പറഞ്ഞാലും, ഇനി ഇവരുമായി അടുത്ത പരിചയമുള്ള ഇവരെ സേവിച്ചിരുന്ന സെർവൻസ് പറഞ്ഞാലും, ഇതെല്ലാം തൽക്കാലം അവിശ്വസിച്ചിട്ട് നമ്മൾ ഷാഫി ചാലിയം പറഞ്ഞത് മാത്രമാണ് ശരിയെന്ന് അങ്ങ് ഡിക്ലെയർ ചെയ്താൽ സമാധാനാവില്ലേ? താങ്കൾക്കൊക്കെ സഹചാരിയായ KT ജലീലിനെ നമുക്ക് അവിശ്വസിക്കാം അല്ലെ? എല്ലാവരെയും നമുക്ക് അവിശ്വസിക്കാം. നേരത്തെ ഷാഫി ചാലി പറഞ്ഞത്, അതായത് മധുക്കുട്ടിയുടെ മക്കൾ MD നാലപ്പാട് അടക്കമുള്ള പറഞ്ഞത് അമ്മ ശക്തിയായിട്ടൊരു സ്ത്രീയാണ്, ആർക്കും പറ്റിക്കാനാവില്ല, ആർക്കും അവരെ നിർബന്ധിച്ച് മതം മാറ്റാൻ ആവില്ല, സ്വയം ഇഷ്ടപ്രകാരം മതം മാറി എന്നാണ് മക്കള് പറഞ്ഞിരിക്കുന്നതെന്നാണ്. അങ്ങനെയാണ് എന്ന് കരുതുന്നുണ്ടോ TG മോഹൻദാസ്? മാതൃഭൂമിക്ക് നൽകിയ അഭിമുഖത്തിൽ അവര് പറഞ്ഞത് ഇസ്ലാം സാർസ് പോലെയാണെന്ന വൈറസ്. മാത്രമല്ല ഒരു കാര്യം കൂടി ഷാഫി ചാലിയം പറഞ്ഞു, മതം മാറിയതിനെ തുടർന്ന് RSS പോലുള്ള ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്ത് നിന്ന് ഭീഷണി ഉണ്ടായി എന്ന്. അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല, എന്റെ പരിമിതമായ അറിവിനുള്ളിൽ അത് പെട്ടിട്ടില്ല. അങ്ങനെ ഒരു ഭീഷണി RSSന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായതായി എനിക്കറിയില്ല. പബ്ലിക്കായ ഒരു പ്രതികരണം അന്ന് പരമേശ്വരിയുടെയാണ് വന്നത്. ഈ പരമേശ്വരൻ്റെതായിട്ട് പ്രതികരണം വന്നു, ഇസ്ലാമിനെ ദൈവം രക്ഷിക്കട്ടെ. ഇതായിരുന്നു ചെറിയ ഒറ്റ വരിയിലുള്ള പ്രതികരണം. അത് ചിന്തനീയമായിരുന്നു. പിന്നീട് നടന്ന സംഭവങ്ങൾക്ക് ഏകദേശം അല്ല സൈറ, എന്റെ ഭർത്താവിന് മക്കൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ ഒരാളെ വേണം, നീ പോരെ? ഇന്നലെ വരെ അവര് പട്ടിണിയായിരുന്നു. അതുകൊണ്ട് ഇനി അങ്ങോട്ട് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനും വസ്ത്രം കഴുകാനും വീട് അടിച്ചു വാരി തുടയ്ക്കാനും ഒക്കെ ഒരാൾ വേണം. കാരണം ഞാൻ ഇങ്ങനെ പലരുടെയും നെഞ്ചത്ത് കയറാനിരിക്കുകയാണെന്നാണ് സൈറ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സൈറ പോരെ, ഒരു ഒഴിവുണ്ട്. അദ്ദേഹം പറഞ്ഞത് ശരിയായി തീരുന്ന വിധത്തിലായി. കാരണം അദ്ദേഹത്തിന് ഒരു റീഡിംഗ് ഉണ്ടായിരുന്നു മാധവിക്കുട്ടിയെ പറ്റി.
പി പരമേശ്വരൻ അത്ര പ്രസിദ്ധൻ ഒന്നും ആയിരുന്നെങ്കിലും കവിയായിരുന്നു പി പരമേശ്വരൻ. ധാരാളം കവിതകൾ എഴുതിയിട്ടുണ്ട്, കവിതാ സമാഹാരം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, ഒരുപാട് ഗാനങ്ങൾ RSSകാർക്ക് വേണ്ടിയിട്ട് ദേശഭക്തി ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം സാഹിത്യം ഒരുപാട് വായിക്കുമായിരുന്നു, ചർച്ച ചെയ്യുമായിരുന്നു. ഞാൻ തന്നെ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് കമല സുരയ്യയ്ക്ക് RSSകാരുടെ ഭാഗത്തു നിന്നും വധഭീഷണി ഉണ്ടായിട്ടുണ്ടെന്ന്. ഷാഫി ചാലിയവും അത് തന്നെ പറയുന്നു. അപ്പോൾ അതുകൂടി ഒന്ന് വ്യക്തമാക്കണ്ടേ, ആരുടെ ഭാഗത്തു നിന്നാണ്, എവിടെ നിന്നാണ്, എങ്ങനെയാണ് കമല സുരയ്യ അതാരുമായിട്ടാണ് പങ്കുവച്ചത് പറയുമ്പോൾ അതുകൂടി എല്ലാത്തിന്റെയും വിശദാംശങ്ങൾ അന്വേഷിച്ച് പിന്നാലെ പോകുന്ന ഫാക്ട് ചെക്കർ കൂടിയായിട്ടുള്ള ഷാഫി ചാലിയും അതുകൂടി പറയേണ്ടിയിരുന്നു. എനിക്ക് ഇതിൽ സംസാരിക്കാനുള്ള ഒരു പ്രശ്നം എന്താണെന്ന് അറിയാൻ വേണ്ടി, ഇതിൽ ഉൾപ്പെട്ട പല പേഴ്സണാലിറ്റീസിനെയും എനിക്ക് നേരിട്ടറിയാം. മാധവിക്കുട്ടിയെ അറിയില്ല, പക്ഷേ ഇപ്പോൾ ഈ പാനലിൽ ഇരിക്കുന്ന ഷാഫി ചാലിയത്തെ അറിയാം, എനിക്ക് അഹമ്മദ് മാഷിനെ അറിയാം, എനിക്ക് മാധവിക്കുട്ടിയുടെ ഒരു മകനെയെങ്കിലും നന്നായിട്ട് അടുത്തറിയാം. അപ്പോൾ പിന്നെ മാധവിക്കുട്ടിയെ പറ്റി ഏകദേശ ധാരണ എനിക്കുണ്ട്. പ്ലസ് കാരശ്ശേരി മാഷ്, അതും സഫാരി ചാനലായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ, ചരിത്രം എന്നിലൂടെ എന്ന് പറഞ്ഞ് അതിൽ മാധവിക്കുട്ടിയെ പറ്റി പറഞ്ഞ പോർഷൻ മാത്രം കട്ട് ചെയ്തിട്ട് റീലായിട്ട് ഇപ്പോഴും ഫേസ്ബുക്കിലുണ്ട്. അപ്പോൾ എനിക്ക് ഇത് പലതും പറയാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ പ്രേരണ കൊണ്ടാണോ മതം മാറിയത് എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയും. ഒരു നിമിഷ നേരത്തേക്ക് അനിൽ, ഞാനൊരു 25 വയസ്സുള്ള ചെറുപ്പക്കാരനാണെന്ന് സങ്കല്പിക്കുക, സങ്കല്പം മാത്രം കേട്ടോ. എനിക്ക് ഒരു കാമുകയുണ്ടെന്ന് വിചാരിക്കുക. അവൾ എന്നോട് പറയുന്നു, ചുവന്ന ഷർട്ട് ഇട്ടാൽ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന് പറയുന്നു. ചുവന്ന ഷർട്ട് ഇടാൻ എന്നോട് പറയുന്നില്ല, എന്നെ പ്രേരിപ്പിക്കുന്നില്ല, പക്ഷേ പറഞ്ഞു ആ ചുവന്ന ഷർട്ട് ഇടുമ്പോൾ നിന്നെ കാണാൻ നല്ല ഭംഗിയാണ്. പിറ്റേ ദിവസം ഞാൻ ചുവന്ന ഷർട്ട് എടുത്തു. ഇത് പ്രേരണ കൊണ്ട് ഇടുന്നതാണോ അല്ല എന്ന് നമുക്ക് തർക്കിക്കാം. പക്ഷെ അതിലൊരു പ്രേരണ ഇല്ലേ, ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പൊ ഇങ്ങനെ മനുഷ്യ മനസ്സിന്റെ, പ്രത്യേകിച്ചും പ്രളയത്തിലേക്ക് കടക്കുമ്പോഴുള്ള അതിന്റെ കുരങ്ങുകളി, മനസ്സിന്റെ കുരങ്ങുകളി കുറച്ച് കഴിഞ്ഞ് നമ്മൾ സ്വാഭാവികമാണ്. നമ്മൾ എല്ലാവരും ആ രൂപത്തിൽ കടന്നു പോയിട്ടുള്ള ആളാണ്. ഞാനും കോളേജിൽ പഠിക്കുന്ന കാലത്ത് എനിക്കും ഉണ്ടായിരുന്നു ഒരു പ്രണയം. ഒരു മെറൂൺ കളർ ഷർട്ട് എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. അങ്ങനെ ആള് എല്ലാ ദിവസവും മെറൂൺ കളർ ഷർട്ട് തന്നെ ഇട്ട് വരുന്ന കണ്ടിട്ട് വീട്ടുകാർ തന്നെ ചോക്കി, ഇത് വീട്ടുകാരെങ്ങാണ്ട് എടുത്ത് കഴുകാനിടുമോ എന്ന് പേടിച്ചിട്ട് എടുത്ത് ചുരുട്ടിക്കൂട്ടി തലേണയുടെ ഉറക്കകത്ത് വെച്ചിട്ട് പിറ്റേ ദിവസവും സ്പ്രേ അടിച്ചിട്ട് ഇത് തന്നെ ഇട്ടുകൊണ്ട് വരുമായിരുന്നു. സമ്മതിക്കുമോ ആരോടെങ്കിലും? അതെ, എൻ്റെ കാമുക ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഇതാണ്, ഇത് തന്നെ ഇട്ടുകൊണ്ട് ക്യാമ്പസിൽ വരണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ആരെങ്കിലും സമ്മതിക്കുമോ? ഇല്ല. പക്ഷെ അതിന്റെ പിന്നിൽ ഒരു പ്രേരണയുണ്ടോ ഇല്ലേ? ഇതൊക്കെ നമ്മളൊക്കെ അനുഭവിച്ചു പോയിട്ടുള്ള വസ്തുതകൾ. അത് വിശദീകരിക്കാൻ പറ്റില്ല, അഥവാ രണ്ട് രീതിയിലും വിശദീകരിക്കാൻ പറ്റും എന്നുള്ള അവസ്ഥ വരും. ഇപ്പോ അഹമ്മദ് മാഷിന് പ്രശസ്തനാവാനായിട്ട് ഇത് സഹായിച്ചു എന്ന് ഷാഫി പറയുന്നത് നമുക്ക് മുഖവിലേക്ക് എടുക്കാം. ഷാഫി അതിൽ തെറ്റായിട്ടല്ല പറയുന്നത്, ഇതിന്റെ കോൺസിക്വൻസസ് ആയിട്ട് അഹമ്മദ് മാഷ് പ്രശസ്തനായി. ശരി, അങ്ങനെ ആയെങ്കിൽ അതിനകത്ത് ഈ അബ്ദുസമദ് സമദാനിയെ കൊണ്ടുവരേണ്ട കാര്യം എന്താണ്? സമദാനിയായിട്ടുള്ള ഒരുപക്ഷെ സുന്ദരന്മാരായിട്ടുള്ള ധാരാളം മുസ്ലിം ലീഗ് നേതാക്കന്മാരുണ്ട്. അല്പസ്വല്പം ഈ രീതിയിൽ സഞ്ചരിച്ചു. തന്നെയുമല്ല, AP അഹമ്മദിന് വൈറലാകണമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വാർത്താമാധ്യമങ്ങൾക്കിടയിൽ ഒരു സ്പേസ് നേടിയെടുക്കണമെങ്കിൽ ആരെ കുറിച്ചെല്ലാം പറയാം. എന്തിന് സമദാനി? അതൊരു ചോദ്യമാണ്. സംശയിക്കപ്പെടുന്ന നേതാക്കന്മാരും മുസ്ലിം ലീഗിലുണ്ട്. എല്ലാ പാർട്ടും കൂടെ സുന്ദരനും ചെറുപ്പക്കാരനും കുറെ കൂടെ പൂക്കളും ഒക്കെ ആയിട്ടുള്ള ആളിനെ അറ്റാക്ക് ചെയ്യുമ്പോഴേ കൂടുതൽ പ്രശസ്തി കിട്ടുക. സമദാനിയേക്കാൾ പ്രശസ്തരും സമദാനിയേക്കാൾ സുന്ദരന്മാരും അഥവാ സുന്ദരന്മാരെന്ന് ഞാൻ വിചാരിക്കുന്നവർ ഒക്കെ മുസ്ലിം ലീഗിലുണ്ട്. അവരെ പറ്റി പറഞ്ഞാൽ പെട്ടെന്ന് വിശ്വസിക്കുന്ന വ്യക്തികളുണ്ട്. ഇതോ ഇങ്ങനത്തെ പണ്ടേ ഇതാണ് തൊഴിൽ എന്ന് പറഞ്ഞ് പെട്ടെന്ന് മുഖവിലേക്ക് തന്നെ ആൾക്കാർ വിശ്വസിക്കുന്ന രീതിയിലുള്ള വ്യക്തിത്വങ്ങളൊക്കെ ഉണ്ട്. അവരെ എല്ലാം വിട്ടിട്ട് എങ്ങനെയാണ് ഈ സമദാനിയുടെ പേര് വരുന്നത്? ഞാൻ സമദാനി ഉത്തരവാദിയാണെന്ന് പറയില്ല. സമദാനി ആയതിന്റെ സാഹചര്യം പരിശോധിക്കുമ്പോൾ അല്പസ്വല്പം എവിടെയോ സമദാനിയുടെ ഭാഗത്തു നിന്നും ഒരു ഇൻവോൾവ്മെന്റ്, അത് പിഴവ് എന്ന് ഞാൻ പറയില്ല, മനുഷ്യ സഹജമായ ഇൻവോൾവ്മെന്റ് ഈ സംഭവങ്ങളിൽ എവിടെയോ ഉണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് പൊങ്ങി വന്നത്. മറ്റുള്ളവരുടെ പേര് പൊങ്ങി വരാത്തതിനും കാരണം അതാണ്. നമ്മുടെ നാട്ടിൽ പറയും, ഇച്ചിരി ഡാഷാതെ ഒത്തിരി നാറത്തില്ലെന്ന് പറയുന്നത് പോലെ. സമദാനി ഈ വിഷയത്തിൽ ഇന്ന് വരെ പ്രതികരിച്ചിട്ടില്ലല്ലോ. ആ പുസ്തകം ഇറക്കിയപ്പോ വക്കീൽ നോട്ടീസ് അയച്ചു. അല്ലെങ്കിൽ തന്നെയും AP അഹമ്മദ് ശക്തിയുക്തം എല്ലാ മാധ്യമങ്ങളിലും അദ്ദേഹത്തിന് ലഭിക്കുന്ന പൊതുവേദികളിലും ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ സ്വാഭാവികമായും ശക്തമായ രൂപത്തിൽ അദ്ദേഹവും പ്രതികരിക്കേണ്ടതല്ലേ? അത് നമ്മുടെ ശ്രീധരപിള്ള സാറാണ് വക്കീൽ നോട്ടീസ് അയച്ചത്. അതിന് എന്തോ മറുപടി കൊടുത്ത് മറുപടി ഞാൻ കണ്ടില്ല, ഞാൻ ആ സ്റ്റോറി ഫോളോ ചെയ്തില്ല. ഇതല്ലാതെ പബ്ലിക്കിൽ അബ്ദുസമദ് സമദാനി ഒരക്ഷരം ഈ വിഷയത്തെ പറ്റി പറഞ്ഞിട്ടില്ല. നമ്പർ 2, ജലീലിന് മുസ്ലിം ലീഗിനോട് ദേഷ്യം വന്നു നിയമസഭയിൽ. ജലീലിന് മുസ്ലിം ലീഗിനെ ഒറ്റക്കാരെന്ന് വിളിക്കണമെങ്കിൽ വേറെ 110 കാരണങ്ങളുണ്ട്. ജലീലിന് അറിയാവുന്നത് 110 കാരണങ്ങളുണ്ട്.
ഇന്ത്യൻ നാഷണൽ മുസ്ലിം ലീഗ്, നമ്മുടെ UML, INL, ഇത് രണ്ടായിട്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ ലീഗുമായിട്ട് പിരിയുന്ന സമയത്ത് ധാരാളം ഈ ഒറ്റ നടന്നിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അതൊരു ദുരിതം പിടിച്ച കാലഘട്ടമായിരുന്നു മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം. അതിലെ ഏതെങ്കിലും സംഭവം എടുത്തിട്ട് ഒറ്റക്കാരന്റെ കാര്യവും അതും ഇതൊക്കെ പറയാൻ ചെല്ലുന്നത്. പക്ഷേ ജലീൽ എന്തുകൊണ്ട് ഇത് ജലീൽ അറിയാം ഇതൊരു ഡെലിക്കേറ്റ് ഇഷ്യൂ ആണ്. മരിച്ചുപോയ ഒരു വിശ്വ സാഹിത്യകാരിയും ജീവിച്ചിരിക്കുന്ന സഭയിലില്ലാത്ത ഒരു മുസ്ലിം ലീഗ് നേതാവും ഒക്കെ ചേർന്നൊരു വിഷയമാണ്. അപ്പോൾ എത്ര ദേഷ്യം വന്നിട്ടാണെങ്കിലും ഈ വിഷയം ജലീൽ തിരഞ്ഞെടുക്കാൻ കാരണം എന്താ? ഈ വിഷയം കൊണ്ട് മുസ്ലിം ലീഗ് എംബറാസ്ഡ് ആവും എന്ന് ജലീലിന് ഉറപ്പാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ വിഷയം എടുത്തത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒറ്റിന്റെ ഉദാഹരണമായിട്ട് വേറെ ഒരുപാട് കാര്യങ്ങൾ തന്നെ. മുസ്ലിം ലീഗ് ഇന്നലെ കുറച്ച് പാർട്ടിയൊന്നുമല്ല, ഒരുപാട് കയറ്റവും ഇറക്കവും ഒക്കെ കഴിഞ്ഞിട്ട് ഒരു സമതലത്തിലെത്തി നിൽക്കുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ്. കയറ്റവും ഇറക്കവും മുസ്ലിം ലീഗ് കണ്ടത്രയും ഒരുപക്ഷെ മറ്റു പാർട്ടികൾ കണ്ടു കാണുന്നില്ല. അന്തച്ചിത്ര ഒരുപാടുണ്ടായി, ലീഗിൽ എന്തൊക്കെ ഉണ്ടായി. അപ്പോൾ ഇതൊക്കെ ക്ലോസ്ലി വാച്ച് ചെയ്ത ആളാണ്. ലീഗിൽ തന്നെ കുറച്ച് കാലം ഉണ്ടായിരുന്നല്ലോ ജലീൽ. അങ്ങനെയാണല്ലോ ലീഗിലെ ഒറ്റുകാരൻ വിളിക്കുന്നത്. അപ്പോൾ മറ്റെല്ലാ ഉദാഹരണങ്ങളും മാറ്റി വെച്ചിട്ട് ഇത് എടുത്ത് പറയേണ്ട കാര്യം എന്താ? നമ്പർ 2, ഞാൻ ഒരു കാര്യം പറയട്ടെ, അല്ലെങ്കിൽ പിന്നെ ഞാനത് മറന്നെങ്കിലോ എന്ന് വിചാരിച്ച് പറയുകയാണ്. ഇത് നിയമസഭയിലേക്കും വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് പല രഹസ്യമായിട്ട് സ്പീക്കർ എക്സ്പെൻഡ് ചെയ്തിരിക്കും. ഈ സംഭാഷണ പോർഷൻ അദ്ദേഹം എക്സ്പെൻഡ് ചെയ്ത് നമ്മളാരും അറിയില്ല. മൈക്ക് പോലും ഓഫ് ചെയ്തു. അനുവദിച്ചില്ല. തന്നെയുമല്ല, ഒരു വിഷയം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു സെക്കൻഡ് പോലും മിണ്ടാതിരുന്നിട്ടില്ല സ്പീക്കർ. അദ്ദേഹത്തെ അത് പറഞ്ഞ സെന്റൻസ് ഒന്ന് ഫിനിഷ് ചെയ്യാൻ പോലും വിടാതെ മൈക്ക് ഓഫ് ചെയ്ത് വീണ്ടും ജലീലിനെ പ്രൊവോക്കഡ് ആക്കാനായിരുന്നു സ്പീക്കർ ശ്രമിച്ചത്. ഇതാ പ്രിസൈസ്ലി ഈ ഒരു ബ്ലാക്ക് ഔട്ട് ആണ് അഹമ്മദ് മാഷിന് അനുകൂലമായിട്ട് ഞാൻ കാണുന്ന ഒരു പോയിന്റ്. ഞാൻ അഹമ്മദ് മാഷ് പറഞ്ഞത് മുഴുവൻ വിഴുങ്ങി സംസാരിക്കുകയല്ല. അദ്ദേഹത്തിന്റെ ഭാഗത്തും ഒരു മെരിറ്റ് വരുന്നത് വൈ ദിസ് ബ്ലാക്ക് ഔട്ട്. ഇത് പറയുമ്പോൾ എല്ലാവരും പരിഭ്രമിക്കുന്നു. എന്തുകൊണ്ട്? ഒരാളോ രണ്ടാളോ പരിഭ്രമിച്ചാൽ മനസ്സിലാക്കാം. മൊത്തം സഭ പരിഭ്രമിക്കുക, സ്പീക്കർ മൈക്ക് ഓഫ് ചെയ്യുക. ഇതിന് മുമ്പ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി നിയമസഭയിൽ. അത് ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോഴാണ്. അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവ്. അന്ന് ഉമ്മൻചാണ്ടിയെ ആക്രമിക്കാനായിട്ട് അച്യുതാനന്ദൻ ചില കടലാസുകൾ സഭയിൽ കൊണ്ടുവന്നു. അത് ഉമ്മൻചാണ്ടിയുടെ മകളുടെ വിവാഹമോചനം സംബന്ധിച്ച കടലാസുകളായിരുന്നു. വിവാഹമോചനത്തിൽ നമുക്കറിയാമല്ലോ, നടന്നതും നടക്കാത്തതുമായ കാര്യങ്ങളൊക്കെ കോടതിയിൽ എഴുതി കൊടുക്കും. ഇയാൾ 12 ഭാര്യമാരുണ്ട്, ഇവിടെ കണ്ടവരിൽ ഇവിടെ പോകുന്നതാണ്, ഇങ്ങനെയൊക്കെ എഴുതി കൊടുക്കും. ഈ സാധനം കോടതിയിൽ നിന്നെടുത്ത് അച്യുതാനന്ദൻ നിയമസഭയിൽ വായിച്ചു തുടങ്ങി. ഉമ്മൻചാണ്ടി ഒന്നും മിണ്ടിയില്ലെങ്കിലും അച്യുതാനന്ദന്റെ കൂട്ടത്തിലുള്ളവരും മറ്റുള്ളവരും ചേർന്ന് അച്യുതാനന്ദനെ തന്നു. അത് കോട്ട് ചെയ്തത് സഭയിൽ ശരിയല്ല. കാരണം അത് ഒരു കേസിൽ 2 വ്യക്തികൾ തമ്മിൽ സംഭവിച്ച കാര്യങ്ങൾ, അത് സത്യമോ നുണയോ ആയിക്കോട്ടെ, അത് സഭയിൽ ഉപയോഗിക്കരുതെന്ന് പറയും. ഈ കാര്യങ്ങളൊക്കെ ജലീൽ അറിഞ്ഞുകൂടാത്തതല്ല. ഇതൊക്കെ അറിഞ്ഞിട്ടാണ് ജലീൽ ഈ ആയുധം എടുത്ത് പ്രയോഗിക്കുന്നത്. എന്തിന് പ്രയോഗിച്ചു? ഒരു സത്യവുമില്ല. തരിമ്പും സത്യമില്ലെങ്കിൽ എന്തിന് ജലീൽ ഈ ആയുധം പ്രയോഗിക്കണം? ഞാൻ പറയുന്നത്, ഞാൻ ഇപ്പോഴത്തെ സംശയത്തിന്റെ ആനുകൂല്യം കൊടുക്കുന്നത് പോലെ അഹമ്മദ് മാഷ് പറഞ്ഞതിനും ആ പുസ്തകത്തിനും ഒരു ആനുകൂല്യം കൊടുക്കേണ്ടിയിരിക്കുന്നു. കാരണം മാധവിക്കുട്ടി ആ രീതിയിൽ ജീവിച്ച ആളാണ്. അവരെ വിമർശിക്കാൻ ഞാനാണല്ല. അവരുടെ ജീവിതം അവരുടെ സ്വന്തമാണ്. അവരതുപോലെ ജീവിച്ചു. TG വളരെ തന്ത്രപൂർവ്വം ബാലൻസ് ചെയ്തിട്ടുണ്ട്. ഇതിന് മറുപടി എന്താണെങ്കിലും AP പറയും. പക്ഷേ അത് കഴിഞ്ഞ് നമ്മൾ വിലയിരുത്തുമ്പോൾ, ജീവിതം വിലയിരുത്തുമ്പോൾ, അവരുടെ സാഹിത്യമല്ല നമ്മൾ വിലയിരുത്തുന്നത്. സാഹിത്യം വിലയിരുത്തി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഏകാഭിപ്രായമായിരിക്കും, ഒന്നാമത്തെ സാഹിത്യകാരിയാണ്. പക്ഷെ ജീവിതം വിലയിരുത്തുമ്പോൾ അങ്ങനെയല്ല. ഇത് കൂടാതെ പഴയൊരു കാര്യം കൂടെ അനിലിന് ഓർമ്മയുണ്ടോ എന്നറിയില്ല. മലയാളം നാട് വാരികയിൽ പമ്മൻ ഭ്രാന്ത് എന്നൊരു നോവൽ എഴുതി. തനി ഭ്രാന്തായിരുന്നു. ബട്ട് അതിലെ കഥാനായിക താനാണ് എന്ന് സങ്കല്പിക്കുകയും മാധവിക്കുട്ടി ക്ഷുഭിതയായിട്ട് കൊല്ലത്ത് SK നായരുടെ വീട്ടിൽ പോയി. SK നായർ വീട്ടിലില്ല, ഭാര്യയാണുള്ളത്. മുറ്റത്ത് നിന്ന് ഭാര്യയെ പ്രാഗി, നിനക്ക് നിന്റെ സന്തതി കർമ്മകൾക്കും ഉടം പിടിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് മുറ്റത്ത് നിന്ന് കുറച്ച് മണ്ണ് വാരി കഴിഞ്ഞിട്ട് മാധവിക്കുട്ടി പോകാൻ തുടങ്ങി. SK നായരുടെ ഭാര്യ പിൽക്കാലത്ത് എഴുതി ഇങ്ങനെ ചെയ്തു. ഞാൻ പറഞ്ഞു, നീ പ്രാർത്ഥിക്കുന്ന അതേ ദേവിയാണ് ഞാനും പ്രാർത്ഥിക്കുന്നത്, അതുകൊണ്ട് എന്നെ പേടിപ്പിക്കണ്ട എന്ന് അവരും പറഞ്ഞു. ഇങ്ങനൊരു സംഭവം ഉണ്ടായി. അപ്പൊ ഞാനിന്ന് ഭ്രാന്ത് സീരിയലൈസ് ചെയ്യുന്ന ഞാൻ വായിക്കുന്നുണ്ട്. അതിൽ സാമാന്യം തരക്കേടില്ലാത്ത സെക്സും ഉണ്ട്. ഈ പമ്മന്റെ നോവലുകളുടെ ഒരു പ്രത്യേകത അതാണ്. എന്റെ ചെറുപ്പകാലം അപ്പൊ സെക്സ് വായിക്കാൻ ഒരു താല്പര്യമുണ്ട്. അല്ല, നമ്മൾ അത് പറയുന്നത് തെറ്റില്ലല്ലോ. ഞാൻ എത്രയോ വൃദ്ധനായി. അപ്പൊ ഇപ്പൊ തിരിഞ്ഞ് നോക്കുമ്പോൾ അതൊക്കെ ഒരു തമാശയാണ്. അപ്പൊ അത് ഞാൻ ഈ രീതിയിൽ സെക്സ് എന്നുള്ള രീതിയിൽ ആസ്വദിക്കുമായിരുന്നു. അതിന്റെ കഥയും ഒരു സ്ത്രീ ഇങ്ങനെ പല പുരുഷന്മാരുമായിട്ട് ബന്ധപ്പെടുന്ന അവരൊക്കെ ഒരു ലോജിക്കും സംഗതിയൊക്കെ ഉണ്ട്. പമ്മന് കഥ പറയാനുള്ള ഒരു ബിരുദമുണ്ട്. പമ്മൻ വെറും നിസ്സാരക്കാരൊന്നും ആയിരുന്നില്ല, വെറുതെ കൊച്ചു പുസ്തകം എഴുതുന്ന ആളാണ് എന്ന് വിചാരിക്കരുത്. അങ്ങനെയുള്ള ആയിരുന്നില്ല. അപ്പൊ ഇത് എഴുതി കഴിഞ്ഞപ്പോൾ ഈ നരേറ്റീവ് വന്നപ്പോഴാണ് മാധവിക്കുട്ടിക്ക് ഈ കഥാനായിക ഞാനാണ് എന്ന തോന്നലുണ്ടായത്. അത് പമ്മന്റെ ആ എഴുത്തിന്റെ വിജയമാണല്ലോ വാസ്തവത്തിൽ. അത് ധരിപ്പിക്കാതെ ധരിച്ചു. എന്തിന് മാധവിക്കുട്ടി അത് ഏറ്റെടുത്തു? അവരത് മൈൻഡ് ചെയ്യാതിരുന്നാൽ മതി. ആരും അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചില്ല, ഒന്നും ചെയ്തില്ല. പക്ഷെ അവര് സ്വയം ആ കുറ്റം ഏറ്റെടുത്ത് ബഹളം വെച്ചു. ഇങ്ങനെയൊക്കെയുള്ള ഒരു ക്യാരക്ടറിനെയാണ് നമ്മൾ വിലയിരുത്തുന്നത്. അവര് ഒരുപക്ഷെ സാധാരണ മനുഷ്യരെല്ലാം പലപ്പോഴും ചില ഭീഷ്മ പ്രതിജ്ഞകൾ എടുക്കും. ഇനി ഞാൻ അനിൽ നമ്പ്യാരുടെ ചർച്ചയിൽ വരുന്ന പ്രശ്നമില്ല എന്ന് ഞാൻ അങ്ങോട്ട് ദേഷ്യം കൊണ്ടങ്ങ് വിളിച്ചു പറയും. 2 ദിവസം കഴിയുമ്പോൾ ജനൻ TV ആരെങ്കിലും എന്നെ വിളിക്കും, അല്ലെങ്കിൽ അനിൽ നമ്പ്യാരെ തന്നെ വിളിക്കും. എന്താ ചേട്ടാ ഇങ്ങനെ ദേഷ്യപ്പെടാം? അല്ല പിന്നെ നിങ്ങൾ അങ്ങനെ പോകാം, അത് കുഴപ്പമില്ല ചേട്ടന്മാ, ശരി ഞാൻ വരാം. കാരണം 2 ദിവസം കൊണ്ട് എന്റെ ദേഷ്യം അടങ്ങി. വലിയ ഭീഷ്മ പ്രതിജ്ഞ ചെയ്ത് ഞാനാണ് 48 മണിക്കൂർ ഇപ്പം മാറാം. ഇതുപോലെ വലിയ സത്യപ്രതിജ്ഞ സംഗതി ഇതൊക്കെ നടക്കും. ഇതുപോലത്തെ ബന്ധങ്ങളിൽ നമുക്ക് കൂടാത്ത കാര്യമൊന്നുമല്ലല്ലോ. അപ്പൊ എന്തും കൊടുക്കാൻ തയ്യാറാകും. അപ്പൊ ആകെ നീ ചെയ്യേണ്ടത് എന്താ? നീ ഒരു കാര്യം ചെയ്യും, എന്റെ മതത്തിലേക്ക് മാറുക, അല്ലെങ്കിൽ ആകെയുള്ള പ്രശ്നമാണ്, എനിക്ക് വലിയ പ്രയാസമാകുന്നു, പിന്നെ എന്താ ഞാൻ ഇത്രയൊക്കെ ചെയ്യാൻ പിന്നെ മതം ഉപേക്ഷിക്കാനാണ് എനിക്ക് പാട് എന്ന് പറഞ്ഞിട്ട് ചെയ്യും. അത് പലപ്പോഴും കൊണ്ടാണോ ചോദിച്ചാൽ എന്ന് പറയും. കുറെ കാലം കഴിഞ്ഞ് ആണെന്ന് പറയും.
ഇപ്പോ ഞാൻ ഈ കടന്റെ ഭാര്യ വിജയലക്ഷ്മി എനിക്ക് പരിചയമില്ല. അല്ല അത് വാങ്ങിയെങ്കിൽ അത്രയും വലിയ അക്കാര്യത പറയില്ല. ബട്ട് ഞാൻ ഈ പറയുന്നത് ഈ ലീലാമേനോൻ എഴുതിയത് ഞാൻ വായിച്ചതാണ്. മാധവിക്കുട്ടി ഒടുവിൽ വിഷ്ണുഭുജന്റെ പ്രയാണം ചൊല്ലി കേൾപ്പിക്കാമോ എന്ന് ചോദിച്ചു. ഫോണിൽ അത് ചൊല്ലി കേൾപ്പിച്ചുകൊണ്ടിരുന്നു. ഇത് തന്നെ വിഷ്ണുഭുജന്റെ പ്രയാണം ഒരു ചരിത്ര പ്രസിദ്ധമായ സാധനമാണ്. EMS മരിക്കുന്നതിന് മുമ്പ് വിഷ്ണുഭുജന്റെ പ്രയാണം കേൾക്കണം. ഭുജന്റെ പ്രയാണം എന്നുള്ള നൃത്തമാണ്. വിഷ്ണുവിന്റെ സ്തുതി ഭുജന്റെ പ്രയാണം വൃത്തത്തിൽ എഴുതിയതാണ് വിഷ്ണുഭുജന്റെ പ്രയാണം എന്നറിയപ്പെടുന്നത്. അതിനെ പാമ്പ് സഞ്ചരിക്കുന്ന പോലത്തെ ഒരു വൃത്തം, ഭുജംഗം എന്ന് പറയുന്നത്. അപ്പൊ അത് EMSന്റെ ചെവിയിലും ചൊല്ലിയിരുന്നു എന്നൊരു വാർത്ത അന്ന് വന്നിരുന്നു. ഇതിലൊന്നും എനിക്ക് അത്ഭുതമില്ല. കാരണം മനുഷ്യന്റെ മനസ്സ് ഒരിടത്ത് അങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് കാറ്റിൽ പെടാത്ത ദീപനാളം പോലെ നിൽക്കുന്നതല്ല. അത് കാറ്റിൽ പെടുന്ന ദീപനാളം പോലെ കാറ്റിന്റെ ദിശയ്ക്കനുസരിച്ച് അങ്ങനെ ആടിക്കൊണ്ടും ജ്വലിച്ചുകൊണ്ടിരിക്കും. ഒരു ദിവസം ഈ മരണം എന്ന കെട്ടുപോകൽ അതിനുണ്ടാവും. ഇതിനിടയിൽ സംഭവിച്ചതിനെല്ലാം നമുക്ക് ലോജിക്ക് കണ്ടുപിടിക്കുക പ്രയാസമാണ്. കാരണം ജീവിതം ലോജിക്കിന് അപ്പുറത്താണ്. ജീവിതത്തിന് ഒരു ലോജിക്കുമില്ല എന്നാണ് അനുഭവം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഓക്കെ, പക്ഷേ അഹമ്മദ് മാഷ് നിരത്തിയ തെളിവുകൾ അത് വിശ്വസനീയമല്ല എന്നാണ് ഷാഫി ചാലിയം പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഇപ്പോ മാഷ് ഉദാഹരിച്ചവർ, അതായത് കാരശ്ശേരി, വിജയലക്ഷ്മി, ഇവരൊക്കെ മാറ്റി പറഞ്ഞിരിക്കുന്നു എന്നും ഷാഫി ചാലിയത്തിന്റെ അന്വേഷണത്തിൽ അദ്ദേഹം കണ്ടെത്തിയിരിക്കുകയാണ്. മറ്റൊരു കാര്യം, പബ്ലിസിറ്റിക്ക് വേണ്ടി AP അഹമ്മദിനെ പോലുള്ള ഒരാൾ ഇങ്ങനെ അബ്ദുൽ സമദ് സമദാനിയെ ചിത്രത്തിലേക്ക് കൊണ്ടുവരും എന്ന് ഞാൻ കരുതുന്നില്ല. സമദാനി എങ്ങനെയാണ് ഈ കഥയിലേക്ക് കടന്ന് വരുന്നത്? ഞാൻ എന്നെക്കുറിച്ച് എന്റെ പഴയ പരിചയക്കാരൻ ഷാഫി ചാലിയം പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കും നന്ദി പറയുന്നു, ചീത്ത വാക്കുകൾക്കും ഒപ്പം നന്ദി പറയും. ഈ വിഷയത്തെക്കുറിച്ചാണ് ചർച്ച. മാധവിക്കുട്ടിയുടെ എഴുത്തിനെ കുറിച്ചോ ജീവിതത്തെക്കുറിച്ചോ അല്ല. തീർച്ചയായിട്ടും അതിനെ വിലയിരുത്താനുള്ള അവകാശം അവരെ അറിയാവുന്ന എല്ലാ മലയാളികൾക്കുണ്ട്, എല്ലാ ലോകത്തിലെ എല്ലാ സഹൃദയന്മാർക്കുണ്ട്. അത് TG പലപ്പോഴും ഞങ്ങളുമായിട്ട് പങ്കിടുന്നതാണ്. അത് എല്ലാവർക്കും വൈയക്തികമാണ്. പലപ്പോഴും സാഹിത്യം വിലയിരുത്തുന്നതിൽ, എഴുത്തുകാരുടെ ജീവിതം വിലയിരുത്തുന്നതിലൊക്കെയുള്ള നിലപാടുകൾ തീർത്തും വൈയക്തികമാണ്, വൈവിധ്യപൂർണ്ണമാണ്. അതൊന്നും അല്ല എന്റെ മുമ്പേ വിഷയം. ഈ വിഷയം ഞാൻ ഉന്നയിക്കാനിടയായതിപ്പോ ഏതൊരു വിഷയത്തെക്കുറിച്ചും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയുന്നത് വൈവിധ്യം ഇഷ്ടപ്പെടുന്ന ഒരു ബഹുസ്വര രാഷ്ട്രത്തില് അന്യമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാവർക്കും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളായിരിക്കും. എല്ലാവരും അത് ശരിയാണ് എന്ന് അഭിപ്രായപ്പെടുന്ന ആളുകളുമായിരിക്കില്ല. അതുകൊണ്ടാണ് ഓരോ വ്യക്തികൾക്കും വ്യക്തിപരമായ ഓരോ അഭിപ്രായങ്ങൾ ഉണ്ടാകും ഓരോ വിഷയങ്ങളെ സംബന്ധിച്ച്. ഇവിടെ ഷാഫി ചാലിയം പറയുന്നത് കേട്ടപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം ഭൂമിയിൽ ആദ്യമായി ഉന്നയിച്ചത് എവിടുന്നോ AP അഹമ്മദ് കണ്ടെത്തി അല്ലെങ്കിൽ ഒരു ആരോപണം ഉന്നയിച്ചതാണ് എന്ന മട്ടിലാണ് ഞാൻ പറഞ്ഞു. ആ രൂപത്തിലാണ് ഷാഫി ചാലിയം പറയുന്നത്. ഇത് അവർക്കില്ല അഭിപ്രായം, അവരുടെ കൂട്ടുകാരിക്കില്ല അഭിപ്രായം, അവരെ കുറിച്ച് സിനിമ ചെയ്ത ആളിനില്ല, അവരുടെ വീട്ടിൽ വേലയ്ക്ക് നിന്ന ആളിനില്ല. ഇന്ന് വരെ ആരും അത് പറഞ്ഞു കേട്ടിട്ടില്ല. ആദ്യമായി എവിടെ നിന്നോ, എന്നിട്ട് അദ്ദേഹം പറയുന്നു ജോർജ് കുളങ്ങരയ്ക്കില്ല അഭിപ്രായം, അവരെ കണ്ട ആർക്കുമില്ല. ആദ്യമായിട്ട് AP അഹമ്മദ് എവിടെ നിന്നോ കരുതിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു പ്രചരണമാണ്, ഒരു ആരോപണമാണ് എന്ന രൂപത്തിലാണ് ഷാഫി ചാലിയും സംസാരിച്ചത്. ില്ല മറ്റൊന്നുമല്ല. അതിന്റെ യഥാർത്ഥ കാരണം എന്നെ അസ്വസ്ഥനാക്കിയത് ലോകപ്രസിദ്ധമായ പുസ്തകമാണ്. മാധവിക്കുട്ടിയോടൊപ്പം 99 അവർ മതം മാറിയതിനു ശേഷം 2009 മരിക്കുന്നത് വരെ അവരോടൊപ്പം സഞ്ചരിച്ച അവരുടെ കാനഡക്കാരിയായ ഒരു കൂട്ടുകാരി മെറിലി വെസ്ബോർഡ് എന്നാണ് അവരുടെ പേര്. ആ പുസ്തകത്തെ കുറിച്ച് അനിൽ നമ്പ്യാർ ചർച്ച തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടാവുന്ന ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ കുറച്ച് വൈകിയാണ് ജോയിൻ ചെയ്തത്. അതെ, ആ പുസ്തകം ഞാനന്ന് വിദേശത്താണ്. ഞാനന്ന് ആ സമയത്ത് ആ പുസ്തകം കിട്ടിയപ്പോൾ അത് വായിച്ച ഒരു പൊള്ളലുമായിട്ടാണ് ഞാൻ നാട്ടിൽ വന്നത്. ദ ലവ് ക്വീൻ ഓഫ് മലബാർ എന്ന പുസ്തകം. ആ പുസ്തകം ഉണ്ടാക്കിയ പൊള്ളൽ സത്യസന്ധമായി ഒരു കനഡിയൻ എഴുത്തുകാരി ഇവരോടൊപ്പം സഞ്ചരിച്ച് അവരുടെ ആത്മമിത്രമായ അവരോട് മാധവിക്കുട്ടി ഉള്ളു പൊട്ടി പറഞ്ഞ വർത്തമാനങ്ങൾ ഒപ്പിയെടുത്ത് എഴുതി വെച്ചതാണ്. ആ പുസ്തകം തന്നെ പറയുന്നുണ്ട് അത് മാധവിക്കുട്ടിക്ക് തന്നെ വായിച്ചു കൊടുക്കുകയും അവർ ആകെ നിർദ്ദേശിച്ച ഒരേ ഒരു കാര്യം അവരുടെ പേര്, അദ്ദേഹത്തിന്റെ പേരൊന്ന് മാറ്റി കൊടുക്കാനാണ് പുസ്തകം പറയുന്നത്. ആ പുസ്തകമാണ് എന്റെ ആധാരം. ആ പുസ്തകത്തെ ആസ്പദമാക്കി മാത്രമാണ് ഞാൻ സംസാരിച്ചത്. അല്ലാതെ ഈ പറഞ്ഞ തെളിവെടുപ്പിനോ അല്ലെങ്കിൽ സമുദായത്തിനെതിരെ ഒരു വലിയ കുറ്റപത്രം തയ്യാറാക്കാനോ ഒന്നും ഞാൻ നടന്നിട്ടില്ല. അന്നും ഇന്നും എനിക്ക് നേരമില്ല. ആ പുസ്തകം ഉണ്ടാക്കിയ പൊള്ളലുമായി ഞാൻ മലയാളത്തിൽ പലരെയും കണ്ടു. മുസ്ലിം ലീഗിന്റെ നേതാവിനെ കുറിച്ച് ഇങ്ങനെ വന്നതുകൊണ്ട് ഞാൻ ബുക്കാസയുടെ സംസ്ഥാന കമ്മിറ്റിയിലുണ്ടായിരുന്നു. ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ഒരുപാട് പേര് ഞാൻ കണ്ട് സംസാരിച്ചു. അവരൊക്കെ ഈ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ, രാഷ്ട്രീയ കാരണങ്ങൾ അവർ വിസമ്മതിച്ചു. ചില ബുദ്ധിജീവികളെ കണ്ട് സംസാരിച്ചു. അവരൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ അവർ വിസമ്മതിച്ചു. അന്നേരത്താണ് ഞാൻ തിരിച്ച് നാട്ടിൽ വന്നതിന് ശേഷം 2017 എന്നാണ് ഓർമ്മ, ഇടക്കരയിലെ ഒരു കൊച്ചു യോഗത്തിൽ സെമിനാറിൽ മതനിരപേക്ഷതയും മതപരിവർത്തനവും എന്ന മറ്റു സ്വതന്ത്ര ലോകം സംഘടിപ്പിച്ച സെമിനാറിൽ ഞാൻ എന്റെ ഒരു വേദന ഏറ്റവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്ന് ലഭ്യമായ ഒരു പുസ്തകത്തെ പരാമർശിച്ച് പറഞ്ഞതാണ്. അത് പിന്നീട് സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത് കൊണ്ടുപോയി എന്നാണ്. ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കാൻ പോലും ഞാൻ ആലോചിച്ചിരുന്നില്ല. എന്റെ മനസ്സിൽ വേദന പറഞ്ഞതാണ്. പലരും പറയാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നത് ഞാനല്ലല്ലോ ഇത് പറയേണ്ടത്. ഇത് പറയാൻ മലയാളത്തിൽ എത്രമാത്രം ബാധ്യതപ്പെട്ട മാധവിക്കുട്ടിയെ അടുത്തറിഞ്ഞ എത്ര ബുദ്ധിജീവികളുണ്ട് അവരല്ലേ പറയേണ്ടത്. രാഷ്ട്രീയമായി മുസ്ലിം ലീഗിന്റെ നേതാവിനെതിരെ ഈ ആരോപണം, ഇത്തരത്തിൽ വലിയ ആരോപണം വരുമ്പോൾ അത് ഏറ്റെടുക്കേണ്ടത് അദ്ദേഹത്തിന്റെ എതിർചേരിയിൽ നിൽക്കുന്ന രാഷ്ട്രീയക്കാരല്ലേ, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തും BJP-യിലൊക്കെ നിൽക്കുന്ന നേതാക്കന്മാരെല്ലാം ആഗ്രഹിച്ചിട്ടാണ് ഞാൻ പലരോട് പറഞ്ഞു നോക്കിയാലും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് ആ പുസ്തകത്തെ മാത്രം ആസ്പദമാക്കിയാണ്. എന്റെ കയ്യിൽ എന്നോട് തെളിവ് ചോദിക്കുന്നവർ ആദ്യം ആ പുസ്തകത്തിനെതിരെയാണ്, ആ പുസ്തകത്തെയാണ് അപലപിക്കേണ്ടത്. ഇത് ആ പുസ്തകം തെളിവല്ല എന്ന് പറഞ്ഞാൽ സമുദായിക തെളിവാണ്.
അതുകൊണ്ടാണ് ആ പുസ്തകം മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച ഗ്രീൻ ബുക്സിനെതിരായി സമദാനി വക്കീൽ നോട്ടീസ് അയച്ചത്. എന്തുകൊണ്ടാണ് സമദാനിക്ക് മുസ്ലിം ലീഗിൽ ഇഷ്ടംപോലെ വക്കീലന്മാരുള്ളപ്പോൾ ഇത് എത്രമാത്രം സെൻസിറ്റീവ് ആയ വിഷയമാണ്. ഈ വിഷയത്തിൽ ഇപ്പോൾ ജലീലിനെതിരായിട്ട് വന്ന ഒറ്റ എന്ന വാക്കുണ്ടല്ലോ, ആരെയാണ് ഒറ്റിയത്? ഒരു പക്ഷേ ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സെൻസിറ്റീവ് ആയ ഇഷ്യൂ ലവ് ജിഹാദ് എന്ന പേരിൽ തന്നെ ഇത് ഉയർന്നു വരാൻ ഇടയുള്ളത് എവിടെ നിന്നാണ്? ഇത് രാഷ്ട്രീയ ചേരിയിൽ നിന്നാണ്. അതുകൊണ്ട് മുസ്ലിം ലീഗിൽ വക്കീലന്മാരില്ലാഞ്ഞിട്ടാണോ? സ്വതന്ത്ര, എനിക്ക് തോന്നുന്നു വളരെ ഫ്രീ സർവീസ്, സൗജന്യമായി സേവനം നിയമസഹായം ചെയ്യുന്ന എത്രയോ മുസ്ലിം വക്കീലന്മാർ തന്നെ എനിക്കറിയാവുന്ന എത്രയോ പേരുണ്ട്, നല്ല സുഹൃത്തുക്കൾ സേവനം ചെയ്യുന്നവർ. അവരൊന്നും സമദാനി സമീപിച്ചില്ലല്ലോ. സമദാനി എന്തുകൊണ്ടാണ് ബി ജെ പി നേതാവായ പി എസ് ശ്രീധരൻപിള്ളയെ തന്നെ സമീപിച്ചത്? എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ വക്കീലാക്കിയത്, അദ്ദേഹത്തെ വക്കീൽ നോട്ടീസ് അയപ്പിച്ചത്? അപ്പോ ഒരു പുസ്തകം തെളിവല്ല എന്ന് നമ്മളൊക്കെ പറഞ്ഞാലും ആരൊക്കെ പറഞ്ഞു നടന്നാലും സമദാനിക്ക് സമദാനി ഒഫൻഡറായി. അതുകൊണ്ടാണ് സമദാനി വക്കീൽ നോട്ടീസ് അയച്ചത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇത് എത്രയോ വർഷങ്ങളായിട്ട് പലരും പറഞ്ഞിട്ടും, ഇപ്പോൾ 6-7 കൊല്ലമായി ഞാൻ പറഞ്ഞത് നല്ലല്ലോ, ഒരിക്കൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഒരിക്കൽ മാത്രം. പിന്നീട് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇപ്പോൾ ജനം ഉൾപ്പെടെയുള്ള ചാനലുകൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ABC മലയാളത്തിൽ ചോദിച്ചവരോട് പറഞ്ഞു എന്ന അഭിമുഖത്തിൽ ചോദിച്ചു. TG പലപ്പോഴും എന്നോട് സാഹൂതം അറിയാൻ വേണ്ടി ചോദിച്ചത് ഇന്റർവ്യൂ ഉണ്ടായിട്ടുണ്ട്, അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഒരിക്കൽ മാത്രം പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഞാനൊരു സാധാരണക്കാരൻ, ഇന്ത്യൻ പാർലമെന്റ് അംഗമായ സമദാനിയെ പോലെ ഒരാൾക്ക് ഒരു ഡിഫമേഷൻ, ഒരു മാനനഷ്ട കേസ് കൊടുത്താൽ എനിക്ക് താങ്ങാനാവാത്ത മാനനഷ്ടം അദ്ദേഹത്തിന് ക്ലെയിം ചെയ്യാൻ പറ്റും. അദ്ദേഹം എന്തുകൊണ്ട് ചെയ്തില്ല? ഓട്ടെ, ഇപ്പൊ ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിരാളി കൂടിയായ ജലീൽ ഉന്നയിച്ചല്ലോ, എന്തേ അദ്ദേഹം പ്രതികരിക്കാത്തത്? TG ചോദിച്ച ചോദ്യം വളരെ പ്രധാനമാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം പ്രതികരിക്കാത്തത്? പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? അപ്പൊ ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ പറഞ്ഞത് ഇതിനകത്ത് തെളിവുകളൊന്നും, ഞാൻ പറഞ്ഞത് എന്റെ കയ്യിൽ ആകെ ഉള്ള തെളിവ് ആ പുസ്തകം എന്റെ മനസ്സിലുണ്ടാക്കിയ അപാരമായ വേദനയാണ്, അതുണ്ടാക്കിയ വല്ലാത്ത നൊമ്പരമാണ്. അതിലാണ് ഞാൻ പറഞ്ഞത് ആ പുസ്തകത്തിൽ ഒരു എഴുത്തുകാരൻ എന്ന നിലയ്ക്ക്, ഒരു ചിന്തകൻ എന്ന നിലയ്ക്ക്, ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് അദ്ദേഹം ഒരു പുസ്തകം വായിച്ചപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത വേദന തോന്നുന്നു. എന്തുകൊണ്ടാണ് മലയാളക്കരയിൽ ആരും ഈ വിഷയത്തെ അണ്ടർലൈൻ ചെയ്ത് സംസാരിക്കാത്തത്? അദ്ദേഹത്തിന്റെ ആ ഒരു കുഞ്ഞു വേദന വലിയ വേദനയായി മനസ്സിൽ കിടന്നുരുകിയപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച ഒരു വേദിയിൽ സ്വാഭാവികമായിട്ടുള്ള ഒരു കാഷ്വൽ ടോക്കിൽ അദ്ദേഹം ഇത് തുറന്നു പറഞ്ഞു. അത് പിന്നീട് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു, വൈറലായി, വലിയ രൂപത്തിൽ ഒരു വാർത്തയായി. അത് തെറ്റായിരുന്നെങ്കിൽ ഇന്നും ഈ വിഷയം സോഷ്യൽ മീഡിയയിൽ കിടപ്പുണ്ട്. മാനനഷ്ട കേസ് വേണമെങ്കിലും സമദാനിക്ക് ഫയൽ ചെയ്യാം. അവരെ പോലെയൊക്കെയുള്ള രാഷ്ട്രീയ നേതാക്കൾ വിചാരിച്ചാൽ ആരെയും ഏത് നിയമത്തെയും കയ്യിലെടുക്കാൻ സാധിക്കും. ഇന്നലെയാണ് നമ്മുടെ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. മഞ്ഞളാംകുഴി അലിയും മറ്റുമൊക്കെ ആയിട്ടുള്ള കോടികളുടെ കാര്യം അവർ പറയുന്നുണ്ടായിരുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം നോക്കിയാൽ ഇവരെന്ത് വിചാരിച്ചാലും സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കെ എന്തുകൊണ്ടാണ് ഇവരതിന് ശ്രമിക്കാത്തത് എന്നും ഒരു ചോദ്യമാണ്. ഓക്കെ, ഒരു മുഹമ്മദ് വന്നിട്ട് കൃത്യമായിട്ട് മുഹമ്മദ് നബിയുടെ സ്വഭാവം കാണിക്കുന്നുണ്ടല്ലോ. രഞ്ജിനി ബുഖാരിയെ കണ്ടില്ലേ? ഓക്കെ, നടക്കട്ടെ. ബുഖാരി ഇനി പ്രേമിക്കാനൊന്നും പോണ്ടാട്ടാ. ഇല്ലല്ല, എനിക്ക് അങ്ങനെ പ്രേമിക്കാനൊന്നും തോന്നുന്നില്ല. നമുക്ക് നരകം മതിയടേ രഞ്ജിനി. ആ നരകം നമ്മളെല്ലാരും കൂടി ഉണ്ടെങ്കിൽ സ്വർഗ്ഗമാക്കാൻ പറ്റും. അപ്പൊ നമുക്കിനി വീണ്ടും കാണാം. നന്ദി. ഫുഡൊന്നും കഴിച്ചിട്ടില്ല, കഴിക്കട്ടെ.